ചേട്ടാ നമസ്കാരം. എന്നെ ഓർമ്മയുണ്ടോ ചേട്ടന്? നീ ആര്? ഞാൻ അന്ന് ഷൂട്ടിൻ്റെ സമയത്ത് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് തന്ന ചേട്ടന്. ചേട്ടാ അന്ന് എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞു സിനിമയിൽ. എന്നിട്ട് ഞാൻ ഈ ഷോർട്ട് ഫിലിമിലും റീൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടാ. എനിക്കൊരു വേഷോ? ചേട്ടാ എങ്ങനെയെങ്കിലും എനിക്ക് മിണ്ടല്ലേ, മമ്മൂക്ക വിളിക്കുന്നു. ഹലോ ഇക്ക, നമസ്കാരം. അല്ല, ഞാൻ ഫോൺ എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ തിരക്കിലായിപ്പോയി. ലാലേട്ടനുമായിട്ട് ചെറിയൊരു മീറ്റിങ്ങിലിരിക്കുകയായിരുന്നു. ചേട്ടാ സിനിമയുടെ മമ്മൂക്കേ? സിനിമാടനല്ല, നിനക്ക് വേറെ വല്ല മമ്മൂക്ക അറിയാം? ലോകത്തെല്ലാവർക്കും അറിയാം. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ, സിനിമ എന്നുള്ള മമ്മൂക്ക. നമ്മൾ ഇച്ചാക്കാന്നൊക്കെ വിളിക്കും. ചേട്ടാ മമ്മൂക്കാരെ കൂടെ എനിക്കൊരു വേഷം സെറ്റാക്കി തരാം കേട്ടോ, പ്ലീസ്. മമ്മൂക്കാരെ കൂടെ? നിനക്ക് സിനിമയിൽ അഭിനയിച്ച് പരിചയമുണ്ടോ? അഭിനയിച്ച് പരിചയമില്ലാത്ത പിന്നെ മമ്മൂട്ടിയുടെ കൂടെ ഒന്നും അഭിനയിക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് നല്ലൊരു വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചേട്ടനെ കാണേണ്ട രീതിയിൽ കാണും. ഇവിടെ നല്ലൊരു വേഷമൊക്കെ സിനിമ വേണമെങ്കിൽ മിനിമം ഒരു 2.5-3 ലക്ഷം രൂപയൊക്കെ നമ്മൾ മുടക്കണം. 5 ലക്ഷം രൂപയുടെ ചിട്ടി റെഡി ആയിരിപ്പുണ്ട്. പൈസ സീനില്ല, റെഡിയാക്കാം. മമ്മൂക്ക ഞാൻ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. പുള്ളി ഞാൻ പറഞ്ഞാൽ തട്ടൂല. ഹലോ മമ്മൂക്ക, ഞാൻ വിളിച്ചതേ, നമ്മളൊരു പയ്യനുണ്ട് കേട്ടോ, ബന്ധുവാണ്. അവന് അടുത്ത പടത്തിൽ ഒരു ചാൻസ് വേണം ഇക്കാരെ കൂടെ. നീ 5 ലക്ഷത്തിൻ്റെ പരിപാടി എത്രയാണ് റെഡിയാക്ക്. അങ്ങനെ വേഷം ഞാൻ സെറ്റ് ചെയ്ത് തരാം. പിന്നെ നാളെ രാവിലെ സെറ്റ് അല്ലേടാ? എനിക്ക് മമ്മൂക്കാരെ പടത്തിൽ അവസരം കിട്ടിയടാ. ഓ എടാ, നമ്മളാ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളില്ലേ, പേര് മറ്റേ കുഴിവിള. കുഴിവിള ചേട്ടാ റെഡിയായി തന്നേന്ന്. പക്ഷേ പൈസ കുറച്ച് ഫണ്ട് ഇറങ്ങോളിയാ തന്നെ. എന്നാ നോക്കട്ടെ. ശരി നീ വെച്ചോ. ഫണ്ട് റെഡിയായ? ഫണ്ടൊക്കെ റെഡിയായി. അവൻ എങ്ങനെ ഗൂഗിൾ പേ ചെയ്യാ അതാ കയ്യിൽ തരൂ? കയ്യോടെ തരാടായി. എന്നാത്താ വേണ്ട, ഇതിനകത്തോട്ട് വെച്ചാൽ മതി പൈസ. നീ എന്താണ് വിചാരിച്ച നമ്മളെപ്പോലുള്ള അഭിനയ മകളെ മൂഞ്ചിക്കാൻ വേണ്ടി കുറെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഇറങ്ങിയിട്ടുണ്ട്. നീ വാഴ സിനിമയിലെ പയ്യന്മാരെ കണ്ടാടാ? എടാ അതുപോലെ നല്ലൊരു ഡയറക്ടറെ കൈ കിട്ടിയാൽ നമ്മൾ ഒരിക്കൽ സിനിമയിൽ വരും. ഞാൻ മമ്മൂക്കാടുത്ത് പോവാണ് നിന്റെ കാര്യം സംസാരിക്കാൻ. മമ്മൂക്കാരും നീ മിണ്ടിപ്പോരുത്. മമ്മൂക്കേത് അറിഞ്ഞിട്ട് വേണം നിന്നെ അങ്ങനെ ഓടിച്ചിട്ട് വെട്ടാൻ. ഞാൻ പയ്യന്മാരെല്ലാം വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ എത്തും. നിന്നെ ഇന്ന് റെഡി ആകൂടാ. അമ്മ എടാ കുഴിവിളെ, നിന്നെ എന്റെ കൈ കിട്ടോടാ. അന്ന് ഞാൻ നിന്നെ കുഴിയിൽ ഇറക്കും, നോക്കിക്കോ. നീ ഒരു കാലത്തും സിനിമ വരുള്ളൂടാ.